ആദ്യമായി ഒരു UK മലയാളിയെ തേടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ശുപാർശയിൽ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് എത്തുന്നു. ക്രിമിനൽ കേസിൽ പ്രതികളായ വിദേശ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നത് ഇപ്പോൾ നാട്ടുനടപ്പായിട്ടുണ്ടെങ്കിലും മയക്കുമരുന്ന് കേസിൽ ഒരു മലയാളിയെ UK-യിൽ നിന്നും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഇന്റർപോൾ സഹായത്തോടെ റെഡ് കോർണർ നോട്ടീസ് വരുന്നത് ഇതാദ്യമായെന്ന് സൂചനയുണ്ട്. കേസിൽ തന്നെ തേടി കേരളത്തിൽ നിന്നും പോലീസ് എത്തില്ലെന്ന വിചാരത്തിൽ കഴിഞ്ഞ എറണാകുളം പറവൂർ ചേന്നമംഗലം സ്വദേശിയായ സന്ദീപ് സജീവിനെ തേടി ഇനി ബ്രിട്ടീഷ് പോലീസ് തന്നെ എത്തുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടന്നു രക്ഷപ്പെടാമെന്ന് സന്ദീപ് കരുതിയാലും നിലവിൽ 195 രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലും പ്രവേശന കവാട അതിർത്തികളിലും ഇന്റർപോളിന്റെ കണ്ണുണ്ടാവുമെന്ന് വ്യക്തം. ബ്രിട്ടനിൽ ലൈംഗിക കുറ്റകൃത്യം നടത്തി കേരളത്തിലേക്ക് മുങ്ങിയ നൈജിൽ പോൾ എന്ന യുവാവിനെ തിരികെ ബ്രിട്ടനിൽ എത്തിക്കാൻ ഇന്ത്യ തയ്യാറായതിനാൽ ഇപ്പോൾ സന്ദീപിനെ തേടിയുള്ള ആവശ്യത്തോട് ഉടൻ പ്രതികരണം നടത്താൻ ബ്രിട്ടൻ തയ്യാറാകും എന്നാണ് സൂചന. സന്ദീപിനെ തേടിയുള്ള റെഡ് കോർണർ നോട്ടീസ് ഉടൻ ലണ്ടനിലെ ഇന്ത്യൻ എംബസി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എത്തിക്കും എന്നാണ് കൊച്ചിയിൽ നിന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കാക്കനാട് സ്വദേശിയായ ഹരികൃഷ്ണൻ, അജി ജോസ്, മൂവാറ്റുപുഴയിലെ എഡിസൺ എന്നിവർ ചേർന്ന് ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. മൂവാറ്റുപുഴയിൽ നിന്നും എഡിസൺ ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്യുന്ന LSD സ്റ്റാമ്പുകൾ മയക്കുമരുന്ന് വിതരണ കേന്ദ്രത്തിൽ നിന്നും ഹള്ളിലെ സന്ദീപിന്റെ അഡ്രസ്സിലെത്തും. അവിടെ ലോജിസ്റ്റിക് കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന സന്ദീപ് വൃത്തിയായി പായ്ക്ക് ചെയ്ത് തന്റെ ജോലി കേന്ദ്രത്തിൽ നിന്നും തന്നെ കൊച്ചിയിലേക്ക് സ്പീഡ് പോസ്റ്റിൽ എത്തിക്കും. കച്ചവടത്തിന്റെ പണം കൈമാറ്റം നടക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ഹരികൃഷ്ണന്റെ ചുമതലയാണ്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള പണം എഡിസന്റെ അക്കൗണ്ടിൽ എത്തുമ്പോൾ കൂടെയുള്ള സംഘങ്ങളുമായി വിതരണം ചെയ്യുകയാണ് പതിവ്. നാർക്കോട്ടിക് ബ്യൂറോ കണ്ടെത്തിയ ഒരു കച്ചവടത്തിൽ തന്നെ 85 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ എത്ര കോടി രൂപയുടെ ഇടപാടുകൾ സംഘം നടത്തിയെന്ന് UK-യിൽ നിന്നും സന്ദീപിനെയും ഓസ്ട്രേലിയയിൽ നിന്നും ഹരികൃഷ്ണനെയും കൊച്ചിയിൽ എത്തിക്കുന്നതിലൂടെ പുറത്തുവരും. കെറ്റമെലോൺ അടക്കമുള്ള ലഹരി വിൽപ്പനയും വിതരണവും നടത്തിയ സംഘത്തിന് എതിരായ കുറ്റപത്രം നാർക്കോട്ടിക് ബ്യൂറോ കോടതിയിൽ എത്തിച്ചതോടെയാണ് ഇവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോളിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. സംഘത്തിൽ കൊച്ചിയിലുള്ള എഡിസൺ, അരുൺ ബാബു, റിസോർട്ട് നടത്തിപ്പുകാരായ ഡിയോൾ, ഇയാളുടെ ഭാര്യ അഞ്ജു തോമസ് എന്നിവരൊക്കെ NCBയുടെ വലയിലാണിപ്പോൾ. ഇവർ പല കേസുകളിൽ പ്രതികളാണെന്നും നാർക്കോട്ടിക് ബ്യൂറോ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവർ എന്നതാണ് ഇവരെ ബിസിനസ് കണ്ണികളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും. ഡിയോളും ഭാര്യയും ഓസ്ട്രേലിയയിലേക്ക് 1 കിലോ കെറ്റാമെലോൺ അയച്ച കേസിൽ പ്രതികളാണ്. 2021 നടന്ന ഈ സംഭവത്തിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമാണ് UK-യിൽ നിന്നും LSD സ്റ്റാമ്പ് കേരളത്തിൽ എത്തിക്കുന്നത്. ഹള്ളിൽ നിന്നും സന്ദീപാണ് എന്ന വിവരം പുറത്താകുന്നത്. എഡിസനെ വീട് റെയ്ഡ് ചെയ്തു LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തപ്പോൾ അയാളാണ് സന്ദീപിന്റെ പങ്കാളിത്തവും UK ഉറവിടവും ഒക്കെ വെളിപ്പെടുത്തിയത്. UK-യിൽ നിന്നും സന്ദീപ് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് പതിവായി മയക്കുമരുന്ന് പാക്കറ്റുകൾ എത്തിച്ചിരുന്നത്. പാക്കറ്റുകൾ കേരളത്തിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായിരുന്നു അരുൺ ബാബുവിന്റെ പ്രധാന ജോലി. ക്രിപ്റ്റോ കറൻസി വഴി എത്തുന്ന പണം ഹരികൃഷ്ണൻ കള്ളപ്പണ ഇടപാടിലൂടെ ഓസ്ട്രേലിയയിൽ നിന്നും യഥാർത്ഥ പണമാക്കി എഡിസന് എത്തിക്കുന്നതോടെയാണ് ഈ സംഘത്തിന്റെ ഓപ്പറേഷൻ പൂർണ്ണമാകുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഉൾപ്പെട്ട യഥാർത്ഥ മാഫിയ പ്രവർത്തന രീതി വശമാക്കിയ സംഘത്തെ പൊളിച്ചെടുക്കാൻ NCB ഉദ്യോഗസ്ഥർ സമർത്ഥമായി നടത്തിയ നീക്കങ്ങളാണ് ഈ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തറിയാൻ കാരണമാകുന്നത്.